പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനായി ആവിഷ്കരിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ വിജയം കാണുന്നുവെന്നതിന്റെ സൂചനകളാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ കൊച്ചിയിൽ നിന്നുള്ള വാർത്ത. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നഗരത്തിലെ പ്ലാസ്റ്റിക് ഉപയോഗത്തിൽ കുറവ് വന്നതായി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പറയുന്നു. വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോൾ പ്ലാസ്റ്റിക്കിനെതിരായ പോരാട്ടവും അതോടൊപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് നാം പരിശോധിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ ഏറ്റവും തന്നെ തിരക്കേറിയ ഒരു മാർക്കറ്റിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. കച്ചവടക്കാരുണ്ട്, അതോടൊപ്പം തന്നെ സാധനങ്ങൾ വാങ്ങാനെത്തുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ആളുകളോട് ചോദിച്ചു നോക്കാം, എത്തരത്തിലാണ് പ്ലാസ്റ്റിക് ബാഗുകളോട് ഉള്ള ജനങ്ങളുടെ ഒരു മനോഭാവം എന്താണ്, അത് കുറഞ്ഞോ അതോ കൂടിയോ? ഈ ബോധവൽക്കരണങ്ങൾ വിവിധ ജില്ലാ ഭരണകൂടങ്ങളുടെ ആണെങ്കിലും അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ ആണെന്നുണ്ടെങ്കിലും മറ്റ് അസോസിയേഷൻ വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ഈ 16 കൊല്ലത്തിനിടയ്ക്ക് ഈ ഒരു ആളുകളുടെ ഒരു മനോഭാവത്തിൽ, പ്ലാസ്റ്റിക്കിനോടുള്ള ഒരു മനോഭാവത്തിൽ മാറ്റം വന്നു. ഒരു 10% മാറ്റം വന്നു. ബാക്കി ആർക്കും ഒരു രക്ഷയില്ല. ഈ കടയിൽ ഇപ്പോഴും ആളുകൾ സാധനം മേടിക്കാൻ വരുമ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ കൊടുക്കുകയാണോ അതോ അവര് സ്വന്തമായിട്ട് ബാഗ് കൊണ്ടുവരികയാണോ? അത് ഒരു 5%, 10% മാത്രമേ കൊണ്ടുവരുള്ളൂ. ബാക്കി എല്ലാവർക്കും നമ്മൾ ഇത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ കച്ചവടം പോകും. അപ്പൊ ഇത് നമ്മൾ കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം നമ്മളിവിടെ കൊടുത്തില്ലെങ്കിൽ അടുത്ത കടയിൽ പോകും. എന്ത് ചെയ്യാനോ? കാരണം അത് നമ്മളുടെ ഇതായിട്ട് മാറി. ചേട്ടാ, സാധാരണ എല്ലാവരും ഈ കടകളിൽ വന്നിട്ട് പ്ലാസ്റ്റിക് ബാഗുകൾ മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചേട്ടൻ എന്തുകൊണ്ട് ഈ ഒരു ഇത്തരം ഒരു ബാഗുമായിട്ട് കടയിലേക്ക്? നമ്മള് പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യാണ്. പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തിട്ട് സഞ്ചിയാക്കുകയാണ്. എത്ര നാളായി ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്ത്? 8 വർഷത്തിന് വെള്ളമായിട്ട് സഞ്ചി കൊണ്ട് തന്നെ സ്ഥിരമായിട്ട് കടയിൽ വരുമ്പോൾ ഇപ്പൊ എങ്ങനെയുണ്ട് ചേട്ടൻ ഈ ഒരു കുറെ വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയിട്ട് ആളുകളുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിനോടുള്ള ഒരു ഇതിൽ മാറ്റം വന്നിട്ടുണ്ടോ? അതിനൊക്കെ മാറ്റം വരണം തോന്നുന്നു. പഴയ കാലത്തെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ആളുകൾ ബോധവൽക്കരണം ആൾക്കാരൊക്കെ അത് മനസ്സിലാക്കി തുടങ്ങിയപ്പോ. മുമ്പ് അങ്ങനെയല്ല. ഇപ്പൊ പുറത്തിലെ ദൂരത്ത് മറ്റേലൊക്കെ മാറ്റത്തിലൊക്കെ ഇതിനെ പറയുന്നുണ്ട്. അപ്പൊ ആൾക്ക് മനസ്സിലാക്കി തുടങ്ങി പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കുറവാണ്. കടകളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും പരമാവധി ആളുകൾ പ്ലാസ്റ്റിക് ബാഗുകൾ ഒഴിവാക്കി സ്വന്തമായിട്ട് ഈ പറയും പേപ്പർ ബാഗുകൾ അല്ലെങ്കിൽ മറ്റു തുണി ബാഗുകളൊക്കെയാണ് കൊണ്ടുവരുന്നത്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഇപ്പം നമ്മള് തുണി ക്ലോത്ത് ബാഗ് അധികം യൂസ് ചെയ്യുന്നതുകൊണ്ട് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യുന്നില്ല. വി സ്റ്റിൽ ഹാവ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളിലും ഇപ്പോഴും പ്ലാസ്റ്റിക് ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് സ്നാക്സ് മേടിക്കുമ്പോഴും അത് പ്ലാസ്റ്റിക്കിൽ തന്നെ വരുന്നത്. സോ അതൊക്കെ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യാൻ ഇനിയും സ്ട്രഗിൾ ചെയ്യാനുണ്ട്. ബട്ട് ഓൺ ദ ഹോൾ യൂസിങ് ക്ലോത്ത് ബാഗ് അല്ലെങ്കിൽ പേപ്പർ ബാഗ് ഇറ്റ്സ് എ പോസിറ്റീവ് തിങ്. പ്ലാസ്റ്റിക്കിനെതിരായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധി വരെ ഫലം കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആളുകളുടെ മനോഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആളുകൾ പ്ലാസ്റ്റിക്കിനോട് നോ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്നാലും കൂടുതൽ ബോധവൽക്കരണങ്ങൾ ഇനിയുള്ള കാലഘട്ടത്തിലും അനിവാര്യമാണ് എന്ന് തന്നെയാണ് ആളുകളുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറമാൻ ജോസഫ് മാർട്ടിനൊപ്പം സുനിത് സുകുമാരൻ.